ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മൈക്കിൾ മോസ്ലി എഴുതിയിട്ടുള്ള ദ ക്ലവർ ഗട്ട്സ് ഡയറ്റ് എന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ്. പുസ്തകം തുടങ്ങുന്ന തന്നെ ഒരു കോട്ടോട് കൂടിയിട്ടാണ്. ആ കോട്ട് ഇങ്ങനെയാണ്: ഓൾ ഡിസീസ് ബിഗിൻസ് ഇൻ ദ ഗട്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസിൻ്റെ വാക്കുകളാണ്. അതെ, എല്ലാ രോഗങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ കുടലുകളിൽ നിന്നാണ്. തീർച്ചയായിട്ടും ആ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടലുകൾ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പുസ്തകം പറയുന്നത് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഫുഡുകളും നമ്മുടെ നല്ല മൈക്രോബയോംസ്, ഗട്ടിലുള്ള നല്ല ഗട്ട് മൈക്രോബയോംസിനെ എങ്ങനെ എൻറിച്ച് ചെയ്യാമെന്നും ഹെൽത്തേക്ക് നിലനിർത്താമെന്നും അതുപോലെ തന്നെ ആ മൈക്രോബയോംസ് എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പുസ്തകം ചർച്ച ചെയ്യുന്നത്. നമുക്ക് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഫുഡുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ പുസ്തകം പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യോഹട്ട്. യോഹട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ പ്രോബയോട്ടിക് ഫുഡുകളിൽ ഏറ്റവും മികച്ച ഒരു ഫുഡായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും അവൈലബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് തൈര്, മോര് എന്നുള്ളത് നമ്മുടെ ഒരാഴ്ചയിൽ 3 ദിവസം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയാസ്, ബിഫിഡോ ബാക്ടീരിയാസും അതുപോലെ ലാക്ടോബാസിലസ് എന്നൊക്കെ പറയപ്പെടുന്ന ബാക്ടീരിയാസ്, ഈ ഒരു പുസ്തകത്തിൽ പ്രത്യേകം പറയുന്ന ആ ഒരു നല്ല ബാക്ടീരിയാസിനെ ഹെൽത്തി ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഓതർ പറഞ്ഞു തരുന്നത്. രണ്ടാമതായി പറയുന്നത് ചീസാണ്. ചീസ് എന്ന് പറയുമ്പോൾ കോട്ടേജ് ചീസാണ് അദ്ദേഹം കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. വീടുകളിൽ ഉണ്ടാക്കുന്ന ചീസുകളും അതുപോലെ മാർക്കറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിലെ ആ പാക്കിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഇതിൽ പ്രോബയോട്ടിക് ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കി വാങ്ങുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് കൊമ്പൂച്ചിയും മറ്റുള്ള കേഫിർ പോലത്തെ ഫുഡുകളാണ്. കൊമ്പൂച്ചയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടി തുടങ്ങി. യഥാർത്ഥത്തിൽ ഗ്രീൻ ടീ ഫെർമെൻറ്റഡ് ആക്കിയിട്ട് ചെയ്തു വരുന്ന ഒരു ഫുഡാണ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആണ് കൊമ്പൂച്ച. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇഡ്ഡലി ദോശ എന്നുള്ളത്. ഇഡ്ഡലി ദോശ എന്നുള്ളത് യഥാർത്ഥത്തിൽ നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നല്ല പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല രീതിയിൽ അനുയോജിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. യഥാർത്ഥത്തിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഇതൊരു വെസ്റ്റേൺ ഡയറ്റിനോടാണ് കൂടുതൽ സിമിലറായിട്ട് നിൽക്കുന്നത്. എന്നാൽ പോലും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ എടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ പഴങ്കഞ്ഞി നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ്. അതുപോലെ അച്ചാർ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാറാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ മറ്റ് നല്ല കടുകെണ്ണയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ നല്ല ഉപയോഗിച്ച് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പ്രോബയോട്ടിക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബയോട്ടിക് സെക്ടർ പോലെ തന്നെ പ്രീബയോട്ടിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബയോംസിന് നല്ല ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് പ്രീബയോട്ടിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീബയോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഫ്ലാക്സ് സീഡ്, ആപ്പിൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ എല്ലാം പെട്ടു. അതുപോലെ ഓട്സ്, പയർവർഗ്ഗങ്ങൾ, അത്തരം എല്ലാ കാര്യങ്ങളും നല്ല പ്രീബയോട്ടിക് ഫുഡാണ്. ആ ഫൈബർ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനെ നല്ല രീതിയിൽ എൻറിച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയാസിനെ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ, അവരെ നല്ല ഹെൽത്തിയാക്കി നിർത്താൻ സാധിപ്പിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് പ്രവർത്തിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തെ യഥാർത്ഥത്തിൽ ദഹിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയയല്ല. അതിനേക്കാൾ അപ്പുറം അതിനെ ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെയാണ് അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ല രീതിയിൽ കൂട്ടാനും ശരീരത്തിനെ നല്ല രീതിയിൽ എപ്പോഴും എനർജറ്റിക്കായി നിർത്തുന്നതൊക്കെയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ മൂഡിന് പോലും നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ ബയോംസ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ ചിന്തകൾ, തോട്ട്സും, മൂഡ്സും ഒക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡുകൾ എടുക്കാൻ ശ്രമിക്കുക. അത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഗട്ടിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫുഡ് എടുക്കുന്നത് കൂടി തന്നെ എന്തൊക്കെ എടുക്കരുത് എന്നുള്ളത് ഈ ഒരു പ്രോബയോട്ടിക് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഫുഡുകൾ എടുക്കുമ്പോൾ എന്തെല്ലാം എടുക്കാൻ പാടില്ല എന്നുള്ളതും കൂടിയും ഓതർ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഫസ്റ്റത്തെ ഒരു പോർഷൻ പറയുന്നത് ആൻറ്റിബയോട്ടിക്കും അതുപോലെ ഹെവി ആയിട്ട് എടുക്കുന്ന പെയിൻ കില്ലേഴ്സാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ മൈക്രോബയോംസിനെ എല്ലാത്തിനും നശിപ്പിക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തെ കാര്യങ്ങൾ തുറന്ന് പറയുന്നു.
ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കരുത്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആൻറ്റിബയോട്ടിക്സും മറ്റുള്ള കാര്യങ്ങളും എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, പലപ്പോഴും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒപ്പം തന്നെ ചില സമയങ്ങളിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള പല മെഡിസിനുകളും പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇതുമായിരിക്കാം ഒരു പക്ഷേ മറ്റൊരു കാരണം. അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളാണ്. പ്രോപ്പറായിട്ട് ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൈക്രോബയോംസിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൊക്കെ വളരെ രീതിയിൽ കുറയും, അങ്ങനെ ഒരു സാധ്യത വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അതിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നാലാമതായി പറയുന്നത് പ്രോസസ്ഡ് ആൻഡ് കളേർഡ് ഫുഡ് ആൻഡ് ഷുഗർ. അപ്പോൾ ഈ ഒരു കാറ്റഗറി വരുമ്പോൾ ഷുഗർ കണ്ടൻറ്റ് എത്രമാത്രം നമ്മൾ കഴിക്കുന്നുണ്ടോ, അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ എടുക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫുഡുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബയോംസിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ അതിനൊന്നും കൂടി കൺട്രോൾ ചെയ്തിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ഒരു എക്സസൈസ് എന്നുള്ളൊരു സെക്ടർ എപ്പോഴും ഈ ഒരു പുസ്തകത്തിൽ നല്ല എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു 15 മിനിറ്റെങ്കിലും ഒരു ദിവസത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ബ്രിസ്ക് വാക്കിങ്ങിലും എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഗട്ടിൻ്റെ ഇളക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരം റെസ്റ്റിംഗ് പീരീഡിലേക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും ഗട്ട് പലപ്പോഴും ഇളക്കം അതിന് എത്രമാത്രം ആക്റ്റീവ് ആവുന്നുണ്ടോ അത്രയും ഹെൽത്തി ആയി മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 15-20 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിങ്ങിലും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.